ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടു ബി ടു ഡു എന്ന ഒരു സ്ട്രക്ചറാണ്. എന്താണ് ഈ ടു ബി ടു ഡു? ടു ബി എന്നതിനെ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം. ആം ആവാം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ആകാം. അത് സബ്ജക്റ്റ് അനുസരിച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഐ ആം ടു ഡു, ഹി ഈസ് ടു ഡു, വി ആർ ടു ഡു, യു ആർ ടു ഡു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത്? ഇത് ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ഇംഗ്ലീഷ് സ്ട്രക്ചറാണ്. അഡ്വാൻസ്ഡ് ലെവലിലുള്ള എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു സ്ട്രക്ചറാണിത്. ഐ ആം ടു ഡു, ഐ ആം ടു ഡു എന്ന് പറഞ്ഞാൽ ആം കഴിഞ്ഞിട്ട്, അതായത് ടു ബി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ടു ഡു എന്നാണ്. അത് ഇൻഫിനിറ്റീവാണ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു എന്നതിനോടുകൂടി വേർബിൻ്റെ ബേസ് ഫോം ചേർക്കുന്നതാണ്. ടു ഗോ, ടു റൺ, ടു സിങ്, ടു വാക്ക്, ടു സ്ലീപ്പ്, ഇതൊക്കെ ഇൻഫിനിറ്റീവ്സ് ആണ്. ഐ ആം ടു സിങ്, ഐ ആം ടു ഡാൻസ്, ഐ ആം ടു ഗോ എന്നൊക്കെ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഇത്തരം സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്? എവിടെയാണ് ഈ ഇത്തരം സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് 5 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലാണ്. ഫസ്റ്റ് സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിരിക്കുന്നു. അവിടെ വളരെ നിശബ്ദമായിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ആളുകളൊന്നും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് പറയണം ബി ക്വയറ്റ്, ബി ക്വയറ്റ്. ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കൂ എന്നാണ്. ശബ്ദം ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കൂ എന്നാണ് ബി ക്വയറ്റ്. അത് ഒരു ഓർഡറാണ്. വളരെ ഡയറക്റ്റായിട്ട് ഒരാളോട് പറയുന്നതാണത് ബി ക്വയറ്റ്. വളരെ സ്ട്രിക്റ്റായിട്ട്, വളരെ ഡയറക്റ്റായിട്ട് പറയുന്നതാണത്. അതേസമയം യു ആർ ടു ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മിണ്ടാതിരിക്കൂ എന്ന് തന്നെയാണ്. പക്ഷേ അത് വേറൊരു തരത്തിലാണ് നമ്മൾ ആളോട് പറയുന്നത് എന്ന് മാത്രം. അതെങ്ങനെയാണ്? യു ആർ എക്സ്പെക്റ്റഡ് ടു ബി ക്വയറ്റ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഒരാളോട് മിണ്ടാതിരിക്കൂ എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മിണ്ടാതിരിക്കലാണ്. ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇവിടുത്തെ റൂൾ അതാണ്. യു ആർ എക്സ്പെക്റ്റഡ് ടു ബി ക്വയറ്റ്, യു ആർ സപ്പോസ് ടു ബി ക്വയറ്റ്. അതാണ് യു ആർ ടു ബി ക്വയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യു ആർ ടു ബി ക്വയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അഡ്വാൻസ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ ബി ക്വയറ്റ് എന്ന് ഡയറക്റ്റായിട്ട് പറയാം. യു ആർ ടു ബി ക്വയറ്റ് എന്ന് പറയുമ്പോഴും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും അതുപോലെ പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ അത് തന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ്. അത് തന്നെ ചെയ്യണം. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണത്. യു ആർ ടു ബി ക്വയറ്റ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഫോർമലായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരു ഫോർമൽ വേയിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഇത്. അപ്പോൾ ഒരാളോട് ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. യു ആർ ടു ആൻസർ ഓൾ ദ ഫോൺ കോൾസ്. എല്ലാ ഫോൺ കോൾസും നിങ്ങൾ ആൻസർ ചെയ്യണം എന്നാണ്. അതും ഒരു ഓർഡറാണ്. പക്ഷേ അത് പറയുന്നതിൻ്റെ രീതി കുറച്ചുകൂടി ഫോർമൽ വേയിലാണെന്ന് മാത്രം. യു ആർ ടു ഗീവ് ദ മാനേജർ ഓൾ ദ മെസ്സേജസ്. നിങ്ങൾ മാനേജർക്ക് എല്ലാ മെസ്സേജസും കൊടുക്കണം എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ടു ആൻസർ, അതുപോലെ ടു ഗീവ് എന്നൊക്കെ പറയുന്നത് ഇൻഫിനിറ്റീവ്സ് ആണ്. ഇവിടെയൊക്കെ പറയുന്നത് ഒരാളോട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഒരു ഫോർമൽ സിറ്റുവേഷനിൽ അതെങ്ങനെ പറയാം എന്നാണ് ഈ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത്. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ, അറേഞ്ച്മെൻറ്റ്സ്, ഫോർമൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഫോർമൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ദ ചീഫ് മിനിസ്റ്റർ ഈസ് ടു വിസിറ്റ് ദ ഗവർണർ ടുമാറോ. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ടു വിസിറ്റ് ദ ഗവർണർ ടുമാറോ. ഇവിടെ ചീഫ് മിനിസ്റ്റർ ഗവർണറെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഫോർമലായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇത്തരം അറേഞ്ച്മെൻറ്റ്സ്, ഇതൊക്കെ ഫോർമലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. അവിടെയും നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇനി തേർഡ് സിറ്റുവേഷൻ, നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്. വാട്ട് ഷുഡ് വി ഡു എന്ന് ചോദിക്കില്ലേ സാധാരണ രീതിയിൽ? ഒരു ഇൻഫോർമൽ വേയിൽ നമ്മൾ അങ്ങനെയാണ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് വി ഡു. ഈ ഒരു അഡ്വാൻസ് സ്ട്രക്ചർ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ വാട്ട് ആർ വി ടു ഡു, വാട്ട് ആർ വി ടു ഡു. അതിൻ്റെ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെയാവാം, യു ആർ ടു സിറ്റ് ഹിയർ, യു ആർ ടു സിറ്റ് ഹിയർ, യു ആർ ടു ഗോ ദർ, യു ആർ ടു വെയിറ്റ് ഹിയർ,
ഇങ്ങനെയൊക്കെ ആകാം. ഇനി ഫോർത്ത് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇഫ് ക്ലോസിൻ്റെ കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇഫ് ക്ലോസിൻ്റെ കൂടെ അത് ചില കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത, ആ ഒരു പോസിബിലിറ്റി അത് ശരിയാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴാണ്. അതിന് ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഇഫ് we are to be successful, we are to be successful, we need to work really hard. We need to work really hard. If we are to be successful, നമ്മൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? We need to work really hard. We need to work really hard. ഇവിടെ ഇഫ് വി ആർ ടു ബി സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പോസിബിൾ ആകാവുന്ന ഒരു കാര്യമാണ്, സാധ്യമാവുന്ന, ഫ്യൂച്ചറിൽ സാധ്യമാവുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ ഇഫ് വി ആർ സക്സസ്ഫുൾ എന്നോ ഇഫ് വി വിൽ ബി സക്സസ്ഫുൾ എന്നോ പറയാൻ പറ്റില്ല, അത് റോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇഫ് വി ആർ ടു ബി സക്സസ്ഫുൾ എന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് വളരെ ഇൻഫോർമലായിട്ട് സാധാരണ രീതിയിലാണെങ്കിൽ, ഈ അഡ്വാൻസ് സ്ട്രക്ചർ ഒന്നും ഉപയോഗിക്കാതെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇഫ് വി വാണ്ട് ടു ബി സക്സസ്ഫുൾ എന്ന് പറയാം. അതിന് പകരം അഡ്വാൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് പറയുമ്പോൾ ഇഫ് വി ആർ ടു ബി സക്സസ്ഫുൾ എന്ന് പറയണം. ഇനി ഫിഫ്ത്ത് സിറ്റുവേഷൻ, ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാൻ പറ്റിയത് പാസ്റ്റ് ടെൻസിലാണ്. ഒരു എക്സാമ്പിൾ നോക്കൂ. He went traveling with the girl who was to become his wife. നോക്കൂ, who was to become. അപ്പോൾ was to become എന്നാണ് ഉപയോഗിച്ചത്. അത് പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്. അദ്ദേഹം ഒരു ഗേളിൻ്റെ കൂടെ യാത്ര ചെയ്തു. Who was to become his wife. അദ്ദേഹത്തിൻ്റെ വൈഫ് ആകേണ്ടിയിരുന്ന ഗേളുമായിട്ടാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ വാസ് ടു ബിക്കം ഉപയോഗിച്ചു. ഇതുപോലെ തന്നെ വേർ ടു ബിക്കം ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ. അപ്പോൾ ടു ബി, ടു ഡു എന്ന സ്ട്രക്ചർ മനസ്സിലായില്ലേ?